ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് പുട്ടാണ് തയ്യാറാക്കുന്നത്. ഞാൻ ഇഡ്ഡലിത്തട്ടിലാണ് ഈ പുട്ട് തയ്യാറാക്കുന്നത്. അതുപോലെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറുപയർ കറിയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. പുട്ടുകുറ്റി ഇല്ലാതെ ഇഡ്ഡലിത്തട്ടിൽ നമുക്ക് പുട്ടുണ്ടാക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പുട്ടിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. ഞാൻ 2 കപ്പ് എടുത്തിട്ടുണ്ട് പുട്ടിൻ്റെ പൊടി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇത് ഈ ഉപ്പും എണ്ണയും കൂടി ഒഴിച്ചുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് പാലാണ്. ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തല്ല ഇത് ഈ പുട്ടിൻ്റെ പൊടി നന്നായിട്ട് നനച്ചെടുക്കുന്നത്. ഞാൻ പാലൊഴിച്ച് കൊടുത്തിട്ടാണ് നനച്ചെടുക്കുന്നത്. ഇനിയിപ്പം നമ്മുടെ പൊടി ഏകദേശം നന്നായിട്ട് പുട്ടിൻ്റെ പൊടി നനയ്ക്കുന്നതനുസരിച്ച് നന്നായിട്ടൊന്ന് പരുവത്തിന് നനച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടി ഞാനൊരു ഇഡ്ഡലി പാത്രം എടുത്ത് ഇഡ്ഡലി തട്ടിലേക്ക് നമുക്ക് ഇങ്ങനെയും തയ്യാറാക്കാം. പിന്നെ ഇഡ്ഡലി തട്ടിലും നമുക്ക് പൊടി തയ്യാറാക്കാം, ഈ പുട്ട് തയ്യാറാക്കാം. ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി ഞാൻ ഇഡ്ഡലി തട്ടിൽ ഒരു തട്ടിൽ വെച്ചിട്ടാണ് ആക്കുന്നത്. ഈ തട്ടിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന പൊടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പുട്ടുകുറ്റി ഉള്ളവർക്ക് പുട്ടുകുറ്റിയിലും തയ്യാറാക്കാം. ഈ പാലൊഴിച്ച് കുഴയ്ക്കുന്ന നല്ലൊരു ടേസ്റ്റാണ് ഈ പുട്ടിന്. ഇനി നമ്മുടെ ഈ പുട്ട് ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് പുട്ടിന് വേണ്ട പയറുകറി നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ കുക്കർ എടുത്തതിലേക്ക് ഞാൻ കുറച്ച് പയറിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിത് കുതിർത്തെടുത്ത പയറാണ്. ഞാനിവിടെ 5-6 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത പയറാണിത്. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്കിത് മൂടി വെച്ചൊന്ന് വേവിച്ചേക്കാം. നമ്മുടെ പയർ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് സവോള അരിഞ്ഞതും അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ ഈ സവോളയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. സവോളയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് വരണം. തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടിയാണ് ഞാൻ ആഡ് ചെയ്യുന്നത് 1 ടീസ്പൂൺ, പിന്നെ കുറച്ച് മസാലപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മസാലപ്പൊടി. നമുക്ക് നല്ല പച്ചമണമൊക്കെ മാറുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പം നമ്മൾ തീ കുറച്ച് വെക്കണം. നമ്മൾ പൊടികളൊക്കെ ആഡ് ചെയ്തുകൊണ്ട് തീ ചെറുതായിട്ടൊന്ന് കുറച്ച് വെക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയറിട്ട് കൊടുക്കാം.
ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കുറുകിപ്പോകും, അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പയർ കറിയും റെഡിയായി. അപ്പോൾ ഇപ്പം നമ്മുടെ പുട്ടും റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റായിട്ട് ഉള്ള ഒരു പുട്ട് റെസിപ്പിയാണിത്. ഞാൻ പാലൊഴിച്ച് തയ്യാറാക്കുന്നത് കൊണ്ട് നല്ലൊരു ടേസ്റ്റാണ് പുട്ടിന്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ പുട്ടും പയർ കറിയും റെഡിയായി.